സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ഈസി ആയിരിക്കും, വളരെ ഈസിയാണ്, ഒന്ന് നോക്കി നോക്കുക. ഫസ്റ്റ് എന്താണ്? കൗണ്ടിങ് ദി നമ്പർ ഓഫ് റെക്ടാംഗിൾസ്. എത്രയാണ് നമ്പർ ഓഫ് റെക്ടാംഗിൾസ്? ചാറ്റ് ബോക്സിൽ ഇട്ടേ. നമ്പർ ഓഫ് റെക്ടാംഗിൾസ് ഫസ്റ്റ് ആൻസർ ചെയ്യുക, എന്നിട്ട് മാത്രം മുന്നോട്ട് പോയാൽ മതി. വേറെ ഒരു മെത്തേഡും ഇതിനകത്ത് എളുപ്പമല്ല, അതുകൊണ്ട് ഈ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുക. നമ്പർ ഓഫ് റെക്ടാംഗിൾസ് എത്രയാണ്? എപ്പോഴും ബേസ് നിന്ന് കൗണ്ട് ചെയ്യുക. ഓക്കെ, ഫൈവോ? ഹൃത്തിക് ഒന്നുകൂടി കൗണ്ട് ചെയ്യൂ. യെസ്, ബേസിൽ നിന്ന് തന്നെ കൗണ്ട് ചെയ്യുക, അപ്പൊ തെറ്റൂല. ഓക്കെ, ബേസ് 1 2 3 4 5. ഇത് കൗണ്ട് ചെയ്യാൻ വിട്ടുപോയോ? 6 അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് കൗണ്ട് ചെയ്തിട്ടുണ്ടാവില്ല, ബേസ് ചിലപ്പോൾ കൗണ്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പൊ കിട്ടിയോ? യെസ്. ഇനി ടോട്ടൽ നമ്പർ ഓഫ് സർഫസസ് എത്രയാണ് ഇപ്പൊ ഇതിന്? ടോട്ടൽ നമ്പർ ഓഫ് സർഫസസ് ടൈപ്പ് ചെയ്യുക. യെസ്, ടോട്ടൽ നമ്പർ ഓഫ് സർഫസസ് 8 ആണ്. ഇനി ഒന്ന് ആൻസർ കണ്ടുപിടിച്ചോ. സോ ഇങ്ങനെ തന്നെ ആൻസർ ചെയ്താൽ മതി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിലും. ഇനി റെക്ടാംഗിൾസ് മാത്രം കൗണ്ട് ചെയ്ത നമുക്ക്, ഞാൻ നമ്പർ ഓഫ് സർഫസസ് ജസ്റ്റ് ഒന്ന് ചോദിക്കുന്നതാണ് കേട്ടോ. ജസ്റ്റ് യുനോ ദർ ആർ ക്വസ്റ്റ്യൻസ് ദാറ്റ് ആർ ടോട്ടൽ നമ്പർ ഓഫ് സർഫസസ്. അപ്പൊ അതിന് വേണ്ടിയിട്ടൊന്ന് ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ പ്രൊസീഡ് ചെയ്യുമ്പോൾ റെക്ടാംഗിൾസ് മാത്രം വെച്ചിട്ട് പ്രൊസീഡ് ചെയ്താൽ മതി. അപ്പം 6 എന്നുള്ള നമ്പർ ആണ് നമുക്ക് എടുക്കേണ്ടത്. ഇതിനകത്ത് എത്രയാണ്? 1 2 3 4 5 6. ഇത് 6 ആണ്. ഇതോ 1 2 3 4 5 6 അല്ല, ഇത് 7. അപ്പൊ അതല്ല. 1 2 3 4 5 6. ഇത് 6 ആണ് അല്ലേ? 1 2 3 4 5 6. 1 2 3 4 5 6. അതാ ഇവിടെയും 6 ആണ്. ഇനി തമ്മിൽ കമ്പയർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് മാത്രം എടുത്ത് കളയാൻ പറ്റുന്നതുള്ളൂ. ബാക്കി 1ഉം 3ഉം 4ഉം തമ്മിൽ കമ്പയർ ചെയ്യുക. നിങ്ങളൊന്ന് കമ്പയർ ചെയ്തിട്ട് ആൻസർ ആദ്യം പറയുക, എന്നിട്ട് നമുക്ക് നോക്കാം. യെസ്, ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ അസൈൻമെന്റ്. എന്താണ് പ്രോപ്പർ ആയിട്ട് മനസ്സിലായി എന്നുള്ളത്. നിങ്ങളുടെ ആൻസർ കറക്റ്റ് തന്നെയാണ്. സോ എങ്ങനെയാണ് ചെയ്യുന്നത്? ഈ എൽ ഷേപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഏതാണ്? ഈ സൈഡിനോടല്ലേ? അതായത് ആ സൈഡാണ് ഇത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മേലേക്ക് എത്ര എണ്ണം പോയിട്ടുണ്ട്? 2 എണ്ണം പോയിട്ടുണ്ട് ഇത്. അതായത് ഈ ഇത്രയും സൈഡ്സ് വന്നിട്ട് ഇവിടെ നിന്നാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അതിന്റെ സൈസിങ് നോക്കുക. തൊട്ട് മേലെയുള്ള സൈസിങ് എങ്ങനെയാ? ഒരു ഇന്റർമീഡിയറ്റ് റെക്റ്റാങ്കിൾ, പിന്നെ ഒരു നല്ല ലെങ്തി റെക്റ്റാങ്കിൾ. അപ്പൊ ഇത് മാച്ചിങ് ആണ് കേട്ടോ, ഇത്രയും മാച്ചിങ് ആണ്. ഇനി താഴേക്കുള്ളത് എന്ന് പറയുമ്പോൾ ഈ പോർഷൻ എന്ന് പറഞ്ഞാൽ ഏതാണിതാ? ഈ ഒരു റെക്റ്റാങ്കിൾ ആണ് ഇത്. ഓക്കെ, അപ്പം അത് ഇന്റർമീഡിയറ്റ് ആണ്. അത് കഴിഞ്ഞ ഒരു നാരോ ആയിട്ടുള്ളത്, പിന്നെ ഒരു ഇന്റർമീഡിയറ്റ്, അതിനേക്കാളും അതായത് കുറച്ചുകൂടി ലെങ്ത് കുറഞ്ഞത്. ഓക്കെ, നാരോ ആയിട്ടുള്ളത്, പിന്നെ ഇതിനേക്കാൾ കുറച്ചുകൂടി ലെങ്ത് കുറഞ്ഞത്. അപ്പം ഓപ്ഷൻ 1 ആവാം. ഓപ്ഷൻ 1 ആവാം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അടുത്തത് റോങ് ആണെന്ന് ഉറപ്പ് വരുത്തണം. അപ്പൊ എന്താണ് ഈ ടോപ്പിലേക്കുള്ളത്? എന്താണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്? 3 നോക്കുക കേട്ടോ, 3 ഓപ്ഷൻ നോക്കുക. ആൻഡ് ഓരോന്ന് പോയിന്റ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ ഫിഗറിൽ നോക്കുക. തൊട്ട് മേലത്തെ കുഴപ്പമില്ല. അത് കഴിഞ്ഞ് ലെങ്തി ആയിട്ടുള്ളതാ വേണ്ടത്, അതൊന്നും കാണിച്ചിട്ടേ ഇല്ല അല്ലെ? അപ്പോ ഇതല്ല. താഴത്തേക്കും കൂടി വേണമെങ്കിൽ നോക്കി നോക്കുക. താഴെയും റോങ് ആണ്. മനസ്സിലായോ? കാരണം വേറെ രീതിയിൽ എങ്ങാനും അറേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാനാണ്. ഇല്ല, പക്ഷെ ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് യു ആർ കോൺഫിഡന്റ് ഇൻ ഈച്ച് ഓഫ് യുവർ ഡിസിഷൻസ്. ഓക്കെ, നെക്സ്റ്റ് 4 നോക്കുക. തൊട്ട് മേലെ കഴിഞ്ഞിട്ട് ഇത് രണ്ടും ഒരേ ലെങ്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, വിച്ച് ഇസ് വെരി റോങ്. അപ്പൊ 4ഉം അല്ല. അപ്പം ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. അത് കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ
ക്ലിയർ ആയോ എല്ലാവർക്കും? യെസ്. ഓക്കെ, സോ ലെറ്റ്സ് ഡു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ കൂടി നോക്കുക. ടോട്ടൽ നമ്പർ ഓഫ് റെക്ടാംഗിൾസ് എത്രയാണെന്നുള്ള ഫസ്റ്റ് കൗണ്ട് ചെയ്ത് പറയാ. വെരി ഗുഡ്, ഫാസ്റ്റ് ആയിരുന്നു. യെസ്. ടോട്ടൽ നമ്പർ ഓഫ് സർഫസസ് എത്രയാണ്? യെസ്. ഇനി ആൻസർ കണ്ടുപിടിച്ചോളുക. റെക്ടാംഗിൾസ് കൗണ്ട് ചെയ്യുക, ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് എന്നുള്ളത് ആൻസറിലേക്ക് എത്തുക. ഓക്കെ, സോ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഇതിനകത്ത് ബേസ് 1 2 3 4 5 6 7 8 നോക്കുക. 1 2 3 4 5 6 7 ഉള്ളൂ. സോ റോങ് ആണ്, 7 ആണ്. ഇത് 6 ആണ്. ഓക്കെ, 1 2 3 4 5 6 7 8. വെയിറ്റ് 1 മിനിറ്റ്. എന്തായിരുന്നു? 1 2 3 4 5 6 7 8 അല്ലേ? സോറി, 8 ആയിരുന്നു. സോ 8, ഇത് 7 ആയിപ്പോയി. 1 2 3 4 5 6 7 8. ഇത് 8 ആണ്, ഇതാവാം. ഓക്കെ, അടുത്തത് നോക്കാം. 1 2 3 4 4 5 6 7 ഉള്ളൂ, വിച്ച് ഇസ് റോങ്. അടുത്ത 1 2 3 4 5 6 7, which is again wrong. So ഓപ്ഷൻ 2 ആണ്. വേറെ നമ്മൾക്ക് ഒരു ചാലഞ്ചസും ഇല്ല. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, യെസ്, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, one of the following answer figures is hidden in the problem figure in the same size and direction. ഓക്കെ, അതായത് പ്രോബ്ലം ഫിഗർ, ആൻസർ ഫിഗർ പ്രോബ്ലം ഫിഗറിൽ ഹിഡൻ ആണ്. അത് ഏത്? സെയിം സൈസും സെയിം ഡയറക്ഷനും ആണ്. അപ്പം അത് ഏതാണ് അങ്ങനെ ഹിഡൻ ആയിട്ട് ഇരിക്കുന്നത് എന്നുള്ളതൊന്ന് നോക്കുക. ആൻഡ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അഗൈൻ ഇടയ്ക്ക് ഭൂരിഭാഗം കേസസിലും ഭയങ്കര കൺഫ്യൂസിങ് ആവാറുണ്ട്. ഇതും ഇല്ലേ എന്നൊക്കെ തോന്നാം. പക്ഷെ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് വെച്ചിട്ട് മുന്നോട്ട് പോവുക. ദർ ഇസ് നോ അതർ ഷോർട്ട് കട്ട്. ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്തോ? സെയിം സൈസ് ആൻഡ് ഡയറക്ഷൻ.
അതെങ്ങനെ ഓപ്ഷൻ ഡി ആവുന്നത് ഹൃതിക്? എവിടെയാണ് അതുപോലെ അതേ സൈസിലുള്ള ഒരു റെക്റ്റാങ്കിൾ ഉള്ളത്? പറയാമോ? ഹലോ ലെഫ്റ്റ് ഹൃതിക്, സൈഡില് എന്താണ്? ലെഫ്റ്റ് സൈഡിൽ താഴെ. ലെഫ്റ്റ് സൈഡില് താഴെ, അത് സെയിം ഡയറക്ഷൻ ആണോ? ഡയറക്ഷൻ മാറിയില്ലേ? അതായത് ഇതല്ലേ പറയുന്നത്? ജസ്റ്റ് ഒരു മിനിറ്റ്, ഇതല്ലേ പറയുന്നത്? അതന്നെ മോളിക്കുള്ളത്. അതായത് ഇത് മൊത്തത്തിലാണോ? മൊത്തത്തിലാണോ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ അങ്ങനെ ആക്കിയതാണോ? അല്ലല്ല. യെസ്. സോ ഇതിന്റെ കുറച്ചുകൂടി ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലായി, ഇത് കുറച്ചും കൂടി എന്താണ്, ഇത് വിട്ട് കുറച്ചുകൂടി കൂടുതലാണ്. പക്ഷേ കമ്പയർ ഇറ്റ് വിത്ത് ഈ ഒരു ഫിഗറുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയേ. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 4 ഉണ്ട് എന്ന് പറയാം. പക്ഷേ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഷേപ്പ് നോക്കുക, ഇതാ ഈ ഒരു ഷേപ്പ്, ഇത് കറക്റ്റ് ആയിട്ട് അതിനകത്തുണ്ട് അല്ലേ? അതിന്റെ ഡയമെൻഷൻസ് എല്ലാം അത്യാവശ്യം മോസ്റ്റ്ലി എല്ലാം മാച്ചിങ് ആണ്. വേറെ അങ്ങനെ ഒരു ഇൻക്ലൂഡിങ് ഈ ഒരു ഡയമെൻഷൻ അനുസരിച്ച് അത് മാച്ചിങ് ആണ്. ഈ ഒരു ഷോർട്ടസ്റ്റ് ഡയമെൻഷൻ അത് മാച്ചിങ് ആണ്. എല്ലാം മാച്ചിങ് ആണ്. അപ്പൊ ഇതിനകത്ത് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് എന്ന് പറയുന്നത് ലെങ്ത്തും വിട്ടും തമ്മിലുള്ള ഒരു പ്രൊപ്പോർഷൻ ആണ് കുറച്ചും കൂടി ഒരു പ്രശ്നമായിട്ടുള്ളത്. ഓക്കെ, അതർവൈസ് നമുക്ക് വേണമെങ്കിൽ പറയാം, വേറെ 3 അവിടെ അവൈലബിൾ അല്ല എന്നുണ്ടായിരുന്നെങ്കിൽ നമുക്ക് 4 വെച്ചിട്ട് പ്രൊസീഡ് ചെയ്യായിരുന്നു. പിന്നെ ഓപ്ഷൻ 2 എങ്ങനെയാണ്, ഓപ്ഷൻ ബി എങ്ങനെയാണ് വന്നത്? ഓപ്ഷൻ ബി പറഞ്ഞവരുണ്ടല്ലോ, എങ്ങനെയാണ് ഓപ്ഷൻ ബി വന്നത്? നീരജ, കൺഫ്യൂഷൻ ഉണ്ടോ ഇപ്പം? ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇനി എളുപ്പമാണ്. ഇനി ഇതിനകത്തൊക്കെ പെട്ടെന്ന് നമുക്ക് ഫിനിഷ് ചെയ്യണം. The 3D figure shows the view of an object. Identify the correct top view from amongst the answer figures. ക്വിക്ക് ആയിട്ടൊന്ന് നോക്കിക്കേ, ആർക്ക് ആദ്യം ആൻസർ കിട്ടും നോക്കട്ടെ. കിട്ടിയോ? ഏതാണ് കറക്റ്റ് ആൻസർ? ആൻസർ കിട്ടേണ്ട ടൈമായി. യെസ്, എനിക്ക് ചാറ്റ് ബോക്സിൽ ആൻസർ ഒന്നും കാണുന്നില്ലല്ലോ. സ്ലോ ആയിട്ടാണോ അതോ ഇതുവരെ ആൻസേഴ്സ് ആർക്കും കിട്ടിയില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, യെസ്. സോ കറക്റ്റ് ആൻസർ എങ്ങനെയാണ് നമ്മൾ നോക്കുക? ഈ ഒരു പോർഷൻ നോക്കുക. ടോപ്പ് വ്യൂ അല്ലേ ചോദിച്ചിരിക്കുന്നത്? യെസ്. അപ്പൊ ഈ ഒരു പോർഷൻ, യെസ്. അപ്പൊ അത് തന്നെ മാച്ച് ചെയ്തു. ഇനി അതനുസരിച്ച് അതിന്റെ മേലേക്കുള്ളത് ഏതാണ്? ഇത്, പിന്നെ ഇങ്ങനെ ഒരു ഫ്ലോ, പിന്നെ ഈ ഒരു സംഭവം, പിന്നെ ഇപ്പുറത്ത് വരണം. അപ്പൊ ഇതും ഒരേ
സിമിലർ സൈസ് ആണ്. അപ്പൊ അത് തന്നെ കറക്റ്റ് ആയിട്ടുണ്ടോ നോക്കുക. ഇതും കറക്റ്റ് ആണ്. അപ്പൊ ഇതിനകത്ത് അവിടെ പ്രശ്നം വന്നു. അപ്പൊ ഇതെന്തായാലും അല്ല. ഇവിടെയും പ്രശ്നം വന്നു. അപ്പൊ ഇതും അല്ല. ഇനി നമ്മൾ ഈ ഒരു ഈ 3യും 1ഉം തമ്മിൽ മാത്രം കമ്പയർ ചെയ്താൽ മതി. ഇവിടെ ഈ ഒരു ഫ്ലോ പ്രശ്നമാണ്. അതെ അല്ലെ, ഇങ്ങനെ ഒരു ഫ്ലോ ഉണ്ട്. ഇവിടെ വേറെ എക്സ്ട്രാ പ്രൊജക്ഷൻ ഒന്നും ഇല്ല. ഇതിനെ എടുത്ത് പ്രത്യേകം പ്രൊജക്ട് ചെയ്തിട്ടൊന്നും ഇല്ല. അപ്പം നമുക്ക് ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ 1 കറക്റ്റ് അല്ല എന്ന് പറയേണ്ടി വരും. ഓപ്ഷൻ 3, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, പെട്ടെന്ന് പറയാം. ക്വസ്റ്റ്യൻ നമ്പർ 48. അല്ലേ? ജസ്റ്റ് മിനിറ്റ്, ഞാൻ കാണിക്കുന്ന സ്ക്രീനും യെസ് കറക്റ്റ് തന്നെയാണ്. ഒരുപോലെ ഇരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഒരുപോലെ അല്ല കേട്ടോ, അതിന്റെ ഡിഫറൻസ് ഉണ്ട്. സോ ഇത് ഫ്ലാറ്റ്, അവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ പോർഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഈ പോർഷൻ. ഓക്കെ, സോ ഈ ഒരു സംഭവം ഫ്ലാറ്റ് ആയിട്ട്, പിന്നെ അതിന്റെ ഇപ്പുറത്തും ഒരേ സൈസിലുള്ളത്, പക്ഷെ ഇത് കറക്റ്റ് അല്ല. ഇത് കറക്റ്റ് ആവാം, ബാക്കിയുള്ളതും കറക്റ്റ് ആവാം. അടുത്ത പോർഷൻ നോക്കുക, ഇവിടെ ഇങ്ങനെ ഒരു ഫ്ലോ വന്നിട്ടുണ്ട്. ഈ ഫ്ലോ ഇവിടെ പ്രശ്നമാണ്, അപ്പം ഇതല്ല. ഇവിടുത്തെ ഇതിന്റെ ലെങ്ത്തും ഡയമെൻഷൻസും ഒക്കെ കുറച്ച് പ്രശ്നമാണ്, അപ്പൊ 4ഉം അല്ല. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. റൈറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 49 ക്വിക്ക് ആയിട്ട് നോക്കിക്കോ. യെസ് ക്വിക്ക് ആയിട്ട് എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? ഈ ഒരു എൽ ഷേപ്പ് പോർഷൻ അത് കമ്പയർ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഒരു റെക്ടാംഗിൾ പോർഷൻ, പിന്നെ ഒരു എൽ ഷേപ്പ് പോർഷൻ ഉണ്ട്. അപ്പം ഇതല്ല. ഓക്കെ, അപ്പം എൽ ഷേപ്പ് ആൻഡ് അനദർ എൽ ഷേപ്പ്, പിന്നെ റെക്ടാംഗിൾ, പിന്നെ ഇവിടെ എന്താ, ഇവിടെ 2 സർഫസസ് കാണുമല്ലേ ടോപ്പ് വ്യൂല്. അപ്പം ഇവിടെ 2 ഉണ്ട്, പക്ഷെ ഇതല്ല. മനസ്സിലായോ? ഇതല്ല, കാരണം ഇവിടെ 2 ഇല്ല. ഒരേ സമയം നമുക്ക് മൾട്ടി ടാസ്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ, മൾട്ടി ടാസ്ക് വിത്ത് ക്വാളിറ്റി ആണ് ഉദ്ദേശിക്കുന്നത്, അല്ലാണ്ട് ചുമ്മാ ചവർ പോലെ എല്ലായിടത്തും നോക്കി ഒരുപാട് ടൈം കളയുന്ന രീതിയിലല്ല. ഒരു പോർഷൻ നോക്കുമ്പോൾ ഫോക്കസ് ചെയ്ത് ആ പോർഷൻ മാത്രം നോക്കുക. ഓക്കെ, സോ ഈ ഓപ്ഷനിൽ ഇവിടെ ഒരു ഫ്ലോ ഇല്ലാത്തത് കൊണ്ട് ഓപ്ഷൻ 3യും അല്ല, ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 50. യെസ്, പെട്ടെന്ന് നോക്കിക്കോ. യെസ് ഓക്കെ, പെട്ടെന്ന് എങ്ങനെയാണ് നോക്കുക? ഈ പോർഷൻ ആണിത് എന്ന് മനസ്സിലായി അല്ലെ? ഈ പോർഷൻ ആണിത്, അതായത് ഇത്. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ 2 സ്റ്റെപ്പ് ഉണ്ട് അല്ലെ, മേലെ 2 ഉണ്ട്. അപ്പൊ എന്താ ഇതിങ്ങനെ എൻറ്റയർ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ഈ 2 ലെങ്ത് എന്നാ ഉദ്ദേശിക്കുന്നത്. ഈ 2 ലെങ്ത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു 2 ലെങ്ത് ഉണ്ടെങ്കിൽ ഈ 2 ലെങ്ത്തിൽ 2 പോർഷൻസ്, 2 ജോമെട്രി വന്നിട്ടുണ്ട്. അതായത് ഈ ലെങ്ത്തില് ഈ പോർഷനിൽ 2 ജോമെട്രി വരണമായിരുന്നു. ഈ ലെങ്ത്തിൽ ഇവിടെ വന്നിട്ടില്ല, ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം 3യും 4ഉം ആണ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതിനകത്ത് എന്താണ്, ഈ പോർഷൻ വന്നു, സോറി ഈ പോർഷൻ 3യില് ഈ പോർഷൻ വന്നു, പിന്നെ ഇത് പിന്നെ താഴേക്ക് ഒരെണ്ണം വന്നു. ഓക്കെ, അത് ഞാൻ 3D നോക്കുന്നുണ്ട് കേട്ടോ, ഈ ഓപ്ഷൻ മാത്രമല്ല. അത് കഴിഞ്ഞിട്ട് ചെറുത്, പിന്നെ ഒരു നീളൻ. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ ഒരു ചെറിയൊരു പോർഷൻ. ഇവിടെ എന്താ പ്രശ്നം? ഈ ലെങ്ത് പ്രശ്നമാണ്, ഓപ്ഷൻ 4 അല്ല. സോ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി പെട്ടെന്ന് എലിവേഷൻ കണ്ടുപിടിക്കുക, പെട്ടെന്ന്. ഇന്നത്തെ ക്ലാസ്സിൽ ലെറ്റ് സി, നമുക്ക് അവയർനെസ്സും കൂടി കവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. ഇതിപ്പം നമ്പർ 51 ആയിരിക്കുവാണ്. ലെറ്റ് സി, നമുക്ക് നോക്കാം. ഒറ്റ ക്വസ്റ്റ്യൻ പോലും സ്കിപ്പ് ചെയ്യുന്നില്ല, കംപ്ലീറ്റ്ലി ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഫിനിഷ് ചെയ്യണം.
ഓക്കെ, കിട്ടിയോ? ഈ സൈഡിൽ നിന്നുള്ള എലിവേഷൻ എന്താ? ഈ ഒരു എൽ ഷേപ്പ്. അപ്പൊ ഈ സൈഡിൽ നോക്കുമ്പോൾ ബേസ് ഫസ്റ്റ് നോക്കി, ഈ എൽ ഷേപ്പ് കറക്റ്റ് കിട്ടി. അത് കഴിഞ്ഞ് അതിനകത്ത് എന്തെങ്കിലും വേറെ ഏതെങ്കിലും ഓപ്ഷനിൽ പ്രശ്നമുണ്ടോ? ഇതുവരെ ഒരു ഓപ്ഷനിലും പ്രശ്നമില്ല. അത് കഴിഞ്ഞതാ ഈ ഒരു പോർഷൻ സ്ട്രെയിറ്റ് ആയിട്ട് പ്ലെയിൻ ആയിട്ട് പോകണം. അപ്പൊ ഓപ്ഷൻ 2 അല്ല, ഇതല്ല. അടുത്തത് ഇപ്പുറത്തേക്ക് ഒരു പ്ലെയിൻ പോർഷൻ, അപ്പം ഇതല്ല, ഓപ്ഷൻ 4 അല്ല. ഇനി 1ഉം 3ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഈ പോർഷൻ മാത്രം നോക്കിയാൽ മതി. അപ്പം ഏതാണ്? ഇവിടെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു സംഭവം മാത്രമേ ഉള്ളൂ, അതിന്റെ ഇപ്പുറത്ത് വേറെ ഒന്നുമില്ല. അപ്പോ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ, അല്ലെ? ഇവിടെ ഈ ഒരു പോർഷൻ കാരണം ഓപ്ഷൻ 1ഉം അല്ല. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പെട്ടെന്ന് ആൻസർ ചെയ്തോളുക. യെസ്, ലെറ്റ് സി. ഈ ഒരു എൽ ഷേപ്പ് ഉണ്ട്, അതിനകത്ത് തന്നെ ഓപ്ഷൻ 4 പോയി. അത് കഴിഞ്ഞ് ഇപ്പുറത്തൊരു സ്ക്വയർ ഷേപ്പ് ഉണ്ട്, അപ്പൊ 3ഉം പോയി. അത് കഴിഞ്ഞ് 1ഉം 2ഉം തമ്മിലുള്ള ഒരു ഡിഫറൻസ് നോക്കിയാൽ മതി. ഇവിടെ ഒരു പോർഷൻ എക്സ്ട്രാ 1ൽ വന്നിട്ടുണ്ട്. അത് പ്രോബ്ലത്തിലുണ്ടോ? ഇല്ല. സോ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്വിക്ലി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ലെങ്തി പോർഷൻ, പിന്നെ 2 സ്ക്വയേഴ്സ്, പിന്നെ ഒരു എൽ ഷേപ്പ്, പിന്നെ ഒരു ലീനിയർ ഷേപ്പ്. അപ്പം ഏതാണ്? ഏത് മാത്രമാണ്? ഇതല്ല, ഇതുമല്ല, ബിക്കോസ് ഓഫ് ദിസ് ഫ്ലോ. ഇവിടെ ഒരു ലൈൻ വന്നിട്ടുണ്ട് എക്സ്ട്രാ. ഇതുമല്ല, ബിക്കോസ് ഓഫ് ദിസ് ലൈൻ. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല കേട്ടോ. ഓക്കെ, യെസ്. അടുത്തത് ഈ സൈഡിൽ നിന്നുള്ള എലിവേഷൻ ആണ്. 54 നോക്കട്ടെന്ന് പറയാം. അടുത്ത 5 മിനിറ്റ്സിൽ നമുക്ക് ഈ പ്രൊജക്ഷൻസ് എല്ലാം റാപ്പപ്പ് ചെയ്യാൻ നോക്കാം. പാനിക് ആവണ്ട, പെട്ടെന്ന് നിങ്ങൾക്ക് പറ്റുന്ന ഒരു ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ ഇങ്ങനെ ഒരു ലെങ്ത് ഉണ്ട്, പിന്നെ ഒരു എൽ ഷേപ്പ് ഉണ്ട്, അല്ലെ? അപ്പം ഇങ്ങനെ ഒരു ലെങ്ത് ആൻഡ് എൽ ഷേപ്പ്, അതിന് തന്നെ ഇവിടെ പ്രശ്നമായി, അല്ലെ? അപ്പൊ ഇത് തെറ്റാം. ഇതോ ഇവിടെയോ ഇവിടെയും പ്രശ്നം, ഇവിടെയോ ഇവിടെയും പ്രശ്നം. അപ്പൊ ഏതാണ്? ഇത് മാത്രം നമുക്ക് നോക്കാം. ഓക്കെ, ഇത് പ്ലെയിൻ ആണ്, 2 സൈഡ്സിലും ചെറിയ ചെറിയ. അപ്പൊ 1 ആണ്. ഇത് കാണിച്ചിരിക്കുന്നത് നേരത്തെ കാണിച്ച 3D തന്നെയാണ്. ക്ലിയർ ആയോ? ആണെന്നാണ് എനിക്കൊരു പെട്ടെന്ന് ഞാൻ ഒരു നോക്കിയപ്പോ മനസ്സിലായത്. ചെക്ക് ചെയ്യണം. പക്ഷെ അവര് ചോദിച്ചിരിക്കുന്ന ആരോസ് ഇട്ടിരിക്കുന്ന ഡയറക്ഷൻസ് ചേഞ്ച് ആയി. ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാൻ കേട്ടോ. ഒരു പേപ്പറിൽ തന്നെ ഒരുപാട് 3D കാണിക്കാതെ സെയിം ക്വസ്റ്റ്യൻ തന്നെ വെച്ചിട്ട്. ഓക്കെ ഓക്കെ, ലെറ്റ് സി ആൻസർ ഏതാന്ന് നോക്കട്ടെ. ഓക്കെ, ഏത് സൈഡിൽ നിന്ന്? ഈ സൈഡ്. ഇവിടെ ഒരു എൽ ഷേപ്പ് ഉണ്ട്, അപ്പം ഓപ്ഷൻ 1 അല്ല. പിന്നെ ഇവിടെ ഒരു 3D ആൻഡ് ഇവിടെ സ്മോൾ സ്മോൾ ഷേപ്സ്, അല്ലെ? അപ്പം സ്മോൾ സ്മോൾ ഷേപ്സ്, പിന്നെ ഒരു പ്ലെയിൻ ആണ്. അപ്പം ഇതല്ല, ഓപ്ഷൻ 3 ആവാനാണ് ചാൻസ് കൂടുതൽ. 4 അല്ല, ബിക്കോസ് ഓഫ് ദിസ്. അപ്പം 3 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇത്രയും ക്വിക്ക് ആയിട്ട് ചെയ്യാൻ പറ്റണം. നമ്മൾ ക്വസ്റ്റ്യൻ കണ്ട് ഒരു വിത്തിൻ സെക്കൻഡ്സ്. അപ്പൊ നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റും. യെസ്, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല എല്ലാവർക്കും? ഓർ ഇസ് ഇറ്റ് ടു ഫാസ്റ്റ്? ഒത്തിരി ഫാസ്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ? ലെറ്റ് മീ നോ. ഇസ് ദി സ്പേസ് കറക്റ്റ്? ഈ ഒരു സ്പീഡ് കറക്റ്റ് ആണ്, ഓക്കെ ആണ്, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിയാക്ഷൻ എന്തെങ്കിലും ഇടുക. ലെറ്റ് മീ നോ. ഓക്കെ,
കൂൾ. ലെറ്റ്സ് സീ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 56 നോക്കുക. ആരോടെ ഡയറക്ഷൻ ഒന്നും മാറിപ്പോകരുത് കേട്ടോ. ചിലപ്പം നിങ്ങൾ അങ്ങനെ കൺഫ്യൂസ് ചെയ്യിക്കും. നിങ്ങൾ നോക്കുന്ന ഡയറക്ഷനിൽ നിന്നും ഒരു ഓപ്ഷൻ കാണിച്ചിട്ടൊക്കെ ഉണ്ടാവും. ആൻസർ കിട്ടിയോ? ഓക്കെ, ഈ ഡയറക്ഷൻ നോക്കുക. ഒരു എൽ ഷേപ്പ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരൊറ്റ ചെറിയൊരു, കാരണം ഇതൊരൊറ്റ പ്ലെയിൻ അല്ലേ, അപ്പൊ ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ ഉള്ളൂ. സോ ഒരു ചെറിയ ഷേപ്പ്, പിന്നെ അതിന്റെ സൈഡിലേക്ക്, ഈ സൈഡിലേക്ക് എന്താണ്, യെസ്, ഇങ്ങനെ ഒരു ഷേപ്പ് വരും അല്ലെ, കാരണം ഈ ലൈൻ കാരണം ഇതിനെ ഒരു ലീനിയർ ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ ഒരു സംഭവം, പിന്നെ ഈ ഒരു ട്രയാങ്കിൾ. അപ്പൊ ഓപ്ഷൻ 3 ആണ് കറക്റ്റ്. ഓപ്ഷൻ 1 എന്തുകൊണ്ടല്ല, ഇവിടെ 2 എണ്ണം വന്നിട്ടുണ്ട്, വിച്ച് ഇസ് നോട്ട് ദെയർ. ഈ ഫ്ലോ പോയതുകൊണ്ട് 2 അല്ല, പിന്നെ ഇത് എന്തുകൊണ്ടല്ല, എഗെയിൻ ഈ ഫ്ലോ പോയതുകൊണ്ട് 4 അല്ല. ഈസി ആയിട്ട് റോങ് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നമുക്കിനി ഒത്തിരി ഫാസ്റ്റ് ആയിട്ട് പോയിട്ട് കാര്യമില്ല, ബിക്കോസ് ഐ ഡോണ്ട് തിങ്ക് വിൽ ബി റീച്ചിങ് ആ ഒരു ആർക്ക് അവയർനെസ് പോർഷൻ എത്തുമെന്ന് തോന്നുന്നില്ല. സോ നമുക്ക് ഈ ഒരു പേസിൽ തന്നെ 57 ആൻസർ ചെയ്തോളുക. ഞാനിത് മുമ്പ് പറഞ്ഞു തന്നിട്ടുള്ള ഒരു ടൈപ്പാണ്. പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും ഇത്, ശരിക്കും പറഞ്ഞാല്. ജസ്റ്റ് ലോജിക്ക് മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ആൻസർ ചെയ്യാൻ പറ്റും. യാ, യെസ്. ഇതെങ്ങനെയാണ്? സോ സിമ്പിൾ ആയിട്ട് നോക്കുവാണെങ്കിൽ ഇതിനകത്ത് ഇതെല്ലാം കാണിച്ചിരിക്കുന്ന ഹെക്സഗൺസ് ആണ് അല്ലെ. 1 2 3 4 5 6 ഹെക്സഗൺസ് ആണ്. ആൻഡ് ഹെക്സഗൺ ചരിച്ചോ മറിച്ചോ ഒന്നുമല്ല വെച്ചിരിക്കുന്ന, കറക്റ്റ് നടുവില്, അതായത് ഈ 2 പാർട്ടീഷൻസ് ഈക്വൽ ആയിട്ട് ഫ്രണ്ടിൽ നിന്ന് കാണും അല്ലെ. ഈ 2 ആ ഒരു പാർട്ടീഷൻ, സ്പേഷ്യൽ പാർട്ടീഷൻ ഈക്വലി ആയിരിക്കും ഉണ്ടാവുക. സെൻട്രൽ ആയിട്ട് ഒരു ലൈനും ഉണ്ടാവും, അതായത് ഒരു റെക്ടാങ്കിൾ ആൻഡ് സെൻട്രൽ ലൈൻ ഉണ്ടാവും. അപ്പം അത് എങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നു നോക്കുക. ഇവിടെ നിന്ന് നോക്കുമ്പം ഫ്രണ്ടില്, അതായത് ഫസ്റ്റ് വൺ, ഈ സൈഡിൽ നിന്ന് ഫസ്റ്റ് കാണുന്ന ഏതാണ്, ഇത് പിന്നിലാണ്. രണ്ടാമത് കാണുന്ന ആളും 4ാമത് കാണുന്ന ആളും, ഇത് 3ാമത്തെ അല്ലേ. അപ്പം ഒന്നുകൂടി ഞാൻ നമ്പറിങ് പറയാം. ഫാസ്റ്റ് ആയിട്ട്, ഒത്തിരി ഫാസ്റ്റ് ആയിട്ട് പോകുന്നില്ല. ഇനി നമ്പർ ചെയ്യുക, അതായത് ഇവിടെ ആയിരിക്കുമല്ലോ എന്റെ പ്ലെയിൻ. സോ ഇതാണ്, ഇതിനകത്താണ് ഞാൻ കാണുന്നതെന്ന് വിചാരിക്കും. അപ്പൊ ഫസ്റ്റ് കാണുന്ന ആളെന്ന് പറഞ്ഞാൽ ഇതായിരിക്കും, സെക്കൻഡ് ഇത്, തേർഡ് ഇത്, ഫോർത്ത് ഇത്, ഫിഫ്ത്ത് ഇത്. അങ്ങനെയല്ലേ അത് ഓർഡർ ചെയ്യുക അല്ലെ. അങ്ങനെയല്ലേ അവർ ആ ഒരു വരിയില് നിരന്ന് നിൽക്കുക. അപ്പൊ സെക്കൻഡും ഫോർത്തും ആണ് മുന്നിലേക്ക് നിൽക്കുന്ന ആൾക്കാർ അല്ലെ. ഈ മൊത്തത്തിലെ പ്ലെയിനില് പ്ലാൻ ആണത്. അപ്പം ഫ്രണ്ടിൽ കാണുന്നത് സെക്കൻഡും ഫോർത്തും ആണ് അല്ലെ. അപ്പം ബാക്കി ഇതിന്റെയൊക്കെ ലൈൻസ് ഇതിന്റെ പിന്നിൽ വരും എന്നാണ് അർത്ഥം. മനസ്സിലായോ? ഇതിന്റെ ലൈൻസ് ഇങ്ങനെ പ്രൊജക്ട് ചെയ്താൽ ഇതിന്റെ പിന്നിലാണ് വരിക. മനസ്സിലായോ? ഇതും പിന്നിലാ വരിക. സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കണം കേട്ടോ. ഇതിപ്പോ ഞാൻ എന്താ പറയാ, മൗസ് വെച്ച് വരയ്ക്കുന്നതാണ്. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻസ് നോക്കുക. സെക്കൻഡും ഫോർത്തും ആയിട്ടുള്ള, പിന്നെ ഒരു റെക്റ്റാങ്കിളിൽ കറക്റ്റ് നടുവിന്ന് തന്നെ മുറിക്കുന്ന രീതിയിലുള്ള ഒബ്ജക്ട്സ് നോക്കണം. അപ്പൊ സെക്കൻഡ് ഏതാണ്? ഇതല്ലേ. അപ്പൊ ഇത് പിന്നി പോയി, അപ്പൊ ഇതല്ല കറക്റ്റ്. ഫോർത്ത് നോക്കുക, ഫോർത്ത് മുന്നിൽ വന്നിട്ടുണ്ട്. ഹൈറ്റ് ഇപ്പൊ നോക്കണ്ട, ഹൈറ്റ് ലാസ്റ്റ് കമ്പയർ ചെയ്യാൻ എടുത്താൽ മതി. ആദ്യം പ്ലേസ്മെന്റ് നോക്കുക. സോ സെക്കൻഡ് പിന്നിലായി പോയതുകൊണ്ട് ഓപ്ഷൻ 1 അല്ല. ഇത് സെക്കൻഡ് മുന്നിലായി, കണ്ടോ? സെക്കൻഡിന്റെ കറക്റ്റ് മൊത്തം ഫ്രണ്ടിലോട്ട് കയറി ഇരിപ്പുണ്ട്. സോ സെക്കൻഡ്, തേർഡും ഫോർത്തും മുന്നിലോട്ട് തന്നെ കയറിയിട്ടുണ്ട്. സോ ഇത് നമുക്ക് കൺസിഡർ ചെയ്യാം. കംപ്ലീറ്റ്ലി കറക്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ബാക്കി നമുക്ക് നോക്കാം, കൺസിഡർ ചെയ്യാം.
ഇത് വളരെയധികം മിസ്റ്റേക്ക്, കാരണം ഇതിങ്ങനെ ഭയങ്കര നീളനായി പോയിട്ടുണ്ട്. സോ അത് ഈവൻ ദോ ഫോർത്ത് മുന്നിലേക്കാണ്, പക്ഷെ സെക്കൻഡിന്റെ ഡയമെൻഷനിങ് തെറ്റാണ്. സോ ഓപ്ഷൻ 3 എന്തായാലും അല്ല. ഇത് സെക്കൻഡ് ആൻഡ് ഫോർത്ത് നോക്കുക, സെക്കൻഡ് മുന്നിലോട്ടാണ്, പക്ഷെ ഫോർത്ത് പിന്നിലോട്ടായി പോയി. ഫിഫ്ത്ത് അതിന്റെ മേലെ കയറി വന്നു, ഫിഫ്ത്തിന്റെ സൈസും തെറ്റാണ്. അപ്പം ഇതിനകത്ത് കറക്റ്റ് ആവാൻ ആകെ പോസിബിലിറ്റി ഉള്ളത് 2 മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഭയങ്കര റോങ് ആയിട്ടുള്ള ആൻസേഴ്സ്. അപ്പൊ ഈസി ആയില്ലേ, എല്ലാം നോക്കേണ്ട ആവശ്യമില്ല അവിടെ. മനസ്സിലായോ? ബാക്കിയുള്ളത് അത്രയും റോങ് ആയിട്ടുള്ള ആൻസേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഒരു ആവശ്യമില്ല. ഓക്കെ, ഓപ്ഷൻ 2 ആണ്, ഓപ്ഷൻ ബി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ഫോർ എവ്രി വൺ. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയോ? ഇതുപോലത്തെ ക്വസ്റ്റ്യൻ അടുത്ത് ചെയ്യാൻ പറ്റില്ലേ? യെസ്, നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, ഇതിന്റെ ഒരു ഷേപ്പ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഇത് ഫ്രണ്ടിലോട്ടാണെങ്കിൽ 1 2 ഇങ്ങനെയായിരിക്കും ഇതിന്റെ എലിവേഷൻ ഉണ്ടാവുക. മനസ്സിലായോ? 3D ആയിട്ട് ആലോചിക്കുക. ഇത് ഈ ലൈൻ ഇങ്ങോട്ട് വരും, ഈ ലൈൻ താഴേക്ക് വന്നിട്ട് ഇത് ചിലപ്പം ഇവർ രണ്ടുപേരും ഒരു ലൈൻ ആയിരിക്കാം, കാരണം ഇത് ഒരേ പോയിന്റിലായിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കിയിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുക. റൈസ് ചെയ്ത് തരാം. ഓക്കെ, നോക്കിക്കോ. ഇൻഡിവിജ്വൽ ഒരു ഷേപ്പ് എന്തായിരിക്കും എന്നുള്ളതും നോക്കണം കേട്ടോ. ഓക്കെ, കുറച്ച് പേർക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. ലെറ്റ്സ് സീ അത് കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കണം. Okay, we have 5 more minutes. Yes. Okay, നമുക്ക് നോക്കാം കേട്ടോ, ഇത് കറക്റ്റ് ആണോ എങ്ങനെയാണ് നമുക്ക് നോക്കാം. സോ ഇതിനകത്ത് ഏതൊക്കെയാണ് പൊസിഷനിങ് പറയാം. ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5. ഓക്കെ, മുന്നിലുള്ളത് ഏതാണ്? 2ഉം 5ഉം ആണ് ഫ്രണ്ടില് ഏറ്റവും കറക്റ്റ് ആയിട്ട് ഫുള്ളി കാണുന്നത്. അപ്പം 2 എങ്ങനെ കാണും എന്നുള്ളതും കൂടി നോക്കുക. അപ്പം 2ഉം 5ഉം ആണ് ഫ്രണ്ടിൽ നിന്ന് ഫുള്ളി നമുക്ക് കാണാൻ പറ്റുക. മുന്നിൽ എന്ന് മാത്രമല്ല, എല്ലാത്തിന്റെയും മുൻവശം കാണും, പക്ഷെ ഫുള്ളി നമ്മുടെ സർഫസിനകത്ത് ഉള്ളത്. ഓക്കെ, അപ്പൊ സെക്കൻഡ് എങ്ങനെ ഇരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ 2 ലൈൻസും പിന്നെ ഇവിടെ ഒരു ലൈനും അല്ലെ. അപ്പം ഇങ്ങനത്തെ ഒരു ഷേപ്പ് കാണണം. അപ്പൊ ഓപ്ഷൻ എന്തായാലും 1 അല്ല, വേറെ ഏതെങ്കിലും അല്ലാത്ത ഉണ്ടോ? ബാക്കി എല്ലാം കറക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. മനസ്സിലായോ? അതായത് ഈ സെക്കൻഡ്, ഇതൊക്കെ സെക്കൻഡ് ആണ്, സെക്കൻഡ് ഇതൊക്കെ സെക്കൻഡ് 1 ആണ്. അപ്പൊ അതെല്ലാം കറക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ 2ഉം 3ഉം 4ഉം ഓപ്ഷൻ 2 3 4 ഒക്കെ നമുക്ക് കൺസിഡർ ചെയ്യണം. ഇനി അടുത്ത ഏതാണ്? നമുക്ക് 5ഉം നമ്മുടെ മുന്നിൽ മൊത്തത്തിൽ കാണും അല്ലെ. 5ന് വേറെ ചെറിയ ലൈൻസ് ഉണ്ടോ? ഇല്ല, ബിക്കോസ് അത് ഫുള്ളി നമ്മൾ കാണുന്ന ഒരു സൈഡാണ് അല്ലെ, ഫുള്ളി കാണുന്ന ഒരു ഒബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ 5 എങ്ങനെയായിരിക്കണം? ഒരു സിമ്പിൾ ഒരു സ്മോൾ റെക്ടാംഗിൾ ആയിരിക്കണം. ഇത് കണ്ടോ, ഇത് കൂടിപ്പോയി. ഓക്കെ, ഇത് കൂടിപ്പോയിന്ന് മാത്രമല്ല, ഇത് ഫുള്ളി നമ്മുടെ മുന്നിൽ കാണും. ഇത് വേറെ ഒന്നിന്റെയും സൈഡിലേക്ക് ഇങ്ങോട്ടേക്ക് ഒന്നും ഓവർലാപ്പ് ചെയ്തിട്ടില്ല. വിച്ച് ഇസ് അക്കോർഡിംഗ് ടു 4 ഇത് ഇങ്ങനത്തെ ഒരു ഷേപ്പ്, അത്രയും നല്ല ലെങ്ത് ഉള്ള ഒരു ഷേപ്പ് ആയിട്ടാണ്, അല്ലെങ്കിൽ നല്ല വിഡ്ത്ത് ഉള്ള ഒരു ഷേപ്പ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത് അക്കോർഡിംഗ് ടു ഓപ്ഷൻ 4. സോ അത് തെറ്റായതുകൊണ്ട് ഓപ്ഷൻ 4 നമുക്കൊരു എടുത്തു കളയാൻ പറ്റിയ ഒരു ഓപ്ഷൻ. ഇനി 2ഉം 3ഉം തമ്മിൽ ജസ്റ്റ് കമ്പയർ ചെയ്യുക. ഈ പോർഷൻ ഇങ്ങനെ ഒരു ഷേപ്പും ഒരു 3D വരുന്നില്ല ഇവിടെ. കാരണം എന്താണ്? എല്ലാം ചരിഞ്ഞിട്ടാ, എക്സെപ്റ്റ് ഓപ്ഷൻ 5, ഈ ഒരു എക്സെപ്റ്റ് ദ ക്യൂബോയിഡ് 5 അല്ലെ. അപ്പം ഇത് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ നേരെ ഹൊറിസോണ്ടൽ ആയിട്ട് വെക്കണമായിരുന്നു. അപ്പം അത് തെറ്റാണ്. സോ ഓപ്ഷൻ 2 അല്ല, ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. സി പറഞ്ഞില്ലേ, എല്ലാവർക്കും ഓപ്ഷൻ സി കിട്ടിയില്ലേ? യെസ്. ഓപ്ഷൻ എ ആർക്കായിരുന്നു? ഹൃതിക്, അത് പ്രീവിയസ് ക്വസ്റ്റ്യന്റെ ആൻസർ ആയിരുന്നോ? അല്ലല്ലോ. ഓപ്ഷൻ എ എന്തുകൊണ്ട് തെറ്റാണെന്ന് മനസ്സിലായോ ഹൃതിക്? യെസ്, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതെന്താണെന്നുള്ളത് ആദ്യം പറയാ. ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് ഓടിച്ചാടി നോക്കാൻ വരട്ടെ. ഇതിന്റെ ഇത് ഇങ്ങനെയാണ് സംഭവം കാണിച്ചിരിക്കുന്നത്. ഇത് എന്തിന്റെ പ്ലാൻ ആണ്? നമ്മൾ ആദ്യം ഒരു ബേസ് സ്ക്വയർ വരച്ചിട്ട് പിന്നെ ഒരു ടോപ്പ് പോയിന്റിലേക്ക്, മനസ്സിലായോ? അതായത് സ്ക്വയർ
പിരമിഡിന്റെ ഒരു പ്ലാൻ ആണ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയും വിളിക്കാം, സ്ക്വയർ പിരമിഡിന്റെ താഴെ ഇങ്ങനെ കറക്റ്റ് ഒരു സ്ക്വയർ, ഒരു ക്യൂബോയിഡിന്റെ മേലെ പിരമിഡ് വെച്ചതും ആവാം. താഴേക്ക് എന്ത് എന്നുള്ളത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. താഴേക്ക് ഇനി ഇതിന്റെ അടിയിൽ വേറെ ഇങ്ങനത്തെ ഷേപ്പ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും സെയിം പ്ലാൻ ആവാം. മനസ്സിലായോ? ജസ്റ്റ് ടോപ്പ് മാത്രം കാണിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് ക്വസ്റ്റ്യനകത്ത് എന്ത് മാത്രം കാണിച്ചിട്ടുള്ളൂ? ഒരു ട്രയാങ്കിൾ മാത്രം കാണിച്ചിട്ടുള്ളൂ. സോ ഇറ്റ്സ് സിമ്പിൾ ഒരു പിരമിഡ്, സ്ക്വയർ പിരമിഡ്. ഇനി പെട്ടെന്ന് നോക്കിക്കോളുക, റോങ് ഓപ്ഷൻസ് ഭയങ്കരമായിട്ടുണ്ട്, അതൊക്കെ എടുത്ത് മാറ്റാം. യെസ്, സോ ഓപ്ഷൻ ഇത് കറക്റ്റ്. ഇതും ഫ്രണ്ടിലോട്ടാണ് ഇരിക്കുന്നത് അല്ലെ? അപ്പം നമ്പറിങ് ചെയ്യാൻ ജസ്റ്റ് ഒന്ന്, ഇതൊന്നും ചെയ്യണം എന്നൊന്നും ഇല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് മൈൻഡിൽ ചെയ്താൽ മതി. 1 2 3 4 5. അപ്പൊ 2ഉം 5ഉം ആണ്, നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് മാത്രം പറയുന്നത്. 2ഉം 5ഉം ആണ് ഫ്രണ്ടിലേക്ക് ഇരിക്കുന്നത് അല്ലെ? അപ്പൊ 2ഉം 5ഉം, ഇതിനകത്ത് 2ഉം 5ഉം 5 ഫ്രണ്ടിലേക്കാണ്, 2 ഫ്രണ്ടിലേക്കല്ല. ഇതിനകത്ത് 2ഉം 5ഉം ഫ്രണ്ടിലേക്കാണ്. അപ്പൊ ഇത് നമുക്ക് കൺസിഡർ ചെയ്യാം. 2ഉം 5ഉം ഫ്രണ്ടിലേക്കാണ്, ഇത് കൺസിഡർ ചെയ്യാം. ഇതിനകത്ത് 4 എണ്ണേ ഉള്ളൂ, അപ്പൊ ഇത് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. 2ഉം 3ഉം തമ്മിലുള്ള എവിടെയാണ് അതിന്റെ ഒരു ഡിഫറൻസ് എന്ന് നോക്കുക. 3നെ പറ്റി നോക്കുക, അതായത് തേർഡ് എങ്ങനെയാണ്? തേർഡിന്റെ കുറച്ച് ഭാഗം 2ന്റെ പിന്നിലായിപ്പോയി അല്ലെ? ഇപ്പുറത്തെ ഭാഗമോ? ഇപ്പുറത്തെ ഭാഗം ഫുള്ളി സീന. അപ്പം ഉള്ളിലേക്ക് പോയി എന്ന് കാണിക്കുന്ന ഈ തേർഡ് ഓപ്ഷൻ ഇത് റോങ്. ക്ലിയർ ആയോ? ഇത് മനസ്സിലായോ എല്ലാവർക്കും? ഒന്നുകൂടി പറയണോ? ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരണോ? യെസ്, അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. സോ 59 എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്പറിൽ വെച്ചാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി നമുക്ക് 60 വേണമെങ്കിൽ നമുക്കൊന്ന് ആൻസർ ചെയ്തിട്ട് പോവാം. 60 ഈസിയാണ്. സോ ഒരു ക്ലിയർ ഒരു നമ്പറിൽ നമുക്ക് ആൻസർ ഫിനിഷ് ചെയ്യാലോ. 60 ഒന്ന് ആൻസർ ചെയ്ത് നോക്കിയേ. ഇതൊരു ഫ്രസ്റ്റമാണ് കേട്ടോ. യെസ്, 60 ഒന്ന് ആൻസർ ചെയ്തിട്ട് നമുക്ക് ഫിനിഷ് ചെയ്താൽ മതി. യെസ്, എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. കാരണം നമ്പർ ഇട്ട് നോക്കിയാൽ 1 2 3 4 അങ്ങനെയാണ് പോകുന്നത്. 2ഉം 4ഉം ആണ് ഫ്രണ്ടില്, അതായത് 2ഉം 4ഉം ഫ്രണ്ടില്. ഇത് തെറ്റാണ്, 2 പിന്നിലാണ്. ഇതിനകത്ത് 2ഉം 4ഉം ഫ്രണ്ടിലാണ്, പക്ഷേ 2ഉം 4ഉം തമ്മിൽ കണക്റ്റഡ് ആണെന്നാണ് പറയുന്നത്. 2ഉം 4ഉം തമ്മിൽ കണക്റ്റഡ് ആണോ? ഇല്ല, കറക്റ്റ് നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. സോ 3 അല്ല, ഇതും അല്ല. ഓപ്ഷൻ ഏതാണ്? യെസ്, ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. ഈസിയാണ്. അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ, ഓക്കെ, ഇന്നത്തെ പോർഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 60 കഴിഞ്ഞിട്ടുള്ള നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനകത്ത് കൂടുതലും ആർക്കിടെക്ചറൽ അവയർനെസ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അത് മാത്രമായിരിക്കില്ല കേട്ടോ. അപ്പം നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടി സോൾവ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടും. നെക്സ്റ്റ് ക്ലാസ് നാളെയാണ്, എന്റെ നെക്സ്റ്റ് ക്ലാസ് നാളെയാണ്. സോ അപ്പം അതുകൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടൈം കിട്ടും. ഓക്കെ, വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടിയുണ്ട്. ആർക്ക് അവയർനെസ് മാത്രമല്ല, ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടിയുണ്ട്. നിങ്ങളിത് നോക്കിയിട്ടൊന്നും വരണ്ട, ബിക്കോസ് ക്ലാസ്സിലിരുന്ന് 1 ടൈം ഫ്രഷ് ആയിട്ട് ചെയ്യേണ്ട അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് നമുക്ക് പഠിച്ചാൽ മതി. അല്ലാണ്ട് കൂടുതൽ നിങ്ങൾ പ്രയോറായിട്ട് നോക്കി വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പ്ലസ് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആർക്ക് അവയർനെസ് കൂടി ഫോളോ ചെയ്യാം. കാരണം ഇത് സിമ്പിൾ ആണ്. നമുക്ക് ഈ ഒരു ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസ് ടൈപ്പ് അല്ലെങ്കിൽ ഇമേജ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് അത്യാവശ്യം സിമ്പിൾ ആണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അവയർനെസ് എങ്ങനെയാ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. Okay, that's all for today. Thank you all for listening. See you tomorrow.